ശൈലജ ടീച്ചറിനെ മന്ത്രിയാക്കിയില്ല, വലിയ ആദർശമൊക്കെ പറയുമെങ്കിലും സ്ത്രീകളെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഇടതു സർക്കാർ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ തവണ അതിനൊക്കെ മറുപടി നൽകിയിട്ടുണ്ട് CPIM സംസ്ഥാന സമ്മേളനം. പ്രധാന അംഗസമിതിയിൽ 12 പേർ സ്ത്രീകളാണ്. മാത്രമല്ല ഒരു ഗസ്റ്റ് പ്രതിനിധിയായി വീണ ജോർജും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതോടുകൂടി ചരിത്രപരമായ തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയാനാകും. അടുത്ത തെരഞ്ഞെടുപ്പിലെയും LDFന്റെ വിജയത്തോടു കൂടി കേരളത്തിന്റെ പെരുമ രാജ്യം മുഴുവൻ വ്യാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയും സ്ത്രീകൾക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന രാഷ്ട്രീയക്കാരുടെ കവലപ്രസംഗങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകളുടെ തുല്യതയ്ക്കും പുരോഗമനത്തിനും വേണ്ടിയുള്ളതെല്ലാം ചെയ്യുമെന്ന് എല്ലാ പാർട്ടിക്കാരും വീമ്പു പറയാറുമുണ്ട്. എന്നാൽ അതെല്ലാം ഇലക്ഷന് മുൻപുള്ള പാർട്ടിക്കാരുടെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങാറാണ് പതിവ്. ഈ ഒരു സാഹചര്യത്തിലാണ് LDF തന്റെ വാക്ക് പാലിച്ചത് എന്നുള്ളത് സ്ത്രീകളുടെ സ്വന്തം പാർട്ടിയായി LDF മാറാൻ കാരണമാകുമെന്ന് തീർച്ചയാണ്. അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കണമെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല മോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനെയൊക്കെ ശരിവെക്കുന്ന വിധത്തിൽ കേരളത്തിൽ തൊഴിൽ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചതായി കേന്ദ്ര പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 2023-24 സാമ്പത്തിക വർഷം 36.4% സ്ത്രീ പങ്കാളിത്തം ഉയർന്നത്. സംസ്ഥാനത്തെ ആകെ തൊഴിൽ ശക്തി 16% വർദ്ധിച്ച് 1.51 കോടിയായെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മാറ്റത്തിന്റെ ഈ കാലത്ത് പാർട്ടി ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അതിന് പുതിയ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പാർട്ടിക്ക് നയംമാറ്റമില്ലെന്നും KK ശൈലജ ടീച്ചർ വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടി രേഖ സമഗ്രമായിരുന്നു. പ്രതിനിധികളിൽ നിന്നും അർത്ഥവത്തായ നിർദ്ദേശങ്ങളും ഉണ്ടായി. ഒരു ആധുനിക സമൂഹത്തിന് എന്തെല്ലാം സാധ്യതയുണ്ടോ അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റിയെടുക്കും. സാമ്പത്തികമായി വലിയ നിലവാരത്തിലല്ല കേരളം ഉള്ളതെന്നും ശൈലജ ടീച്ചർ വിമർശിച്ചു. മാത്രമല്ല കേന്ദ്രം അർഹതപ്പെട്ട പദ്ധതി വിഹിതം നൽകാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും കേരളത്തിന്റെ തനതായ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കുമെന്നും പുതിയ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. വയനാട് പാക്കേജ്, എയിംസ് അടക്കം കേരളത്തിന് വേണമെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ടേമിലും ഉണ്ടായ മാറ്റം വളരെ ആകർഷകമായിരുന്നുവെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. അതേസമയം കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. 2 വനിതകളെ ഉൾപ്പെടെ 17 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടപ്പോൾ KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ അംഗങ്ങളായി മാറി.